Smoking and alcohol consumption is injurious to health. ഈ വീഡിയോ തികച്ചും ബോധവൽക്കരണം മാത്രം ലക്ഷ്യം വെച്ചുള്ളതാണ്. ഏതെങ്കിലും വ്യക്തിയെയോ പ്രസ്ഥാനത്തെയോ അപകീർത്തിപ്പെടുത്താൻ ഇതിലൂടെ ഉദ്ദേശിച്ചിട്ടില്ല. ഇതിലെ കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികം മാത്രമാണ്. മോളു മോക്ക് എന്താണ് വേണ്ടത്? എനിക്ക് ഒത്തിരി സാധനങ്ങൾ വേണം, പക്ഷെ അപ്പച്ചൻ പാവല്ലേ, അതുകൊണ്ട് എനിക്കൊരു ഉടുപ്പ് മതി. അതെന്താ മോളെ അങ്ങനെ? അമ്മമ്മ പറഞ്ഞു കൊറോണ കഴിഞ്ഞപ്പോ അപ്പച്ചന്റെ കാശൊക്കെ പോയി. ശരി, എന്റെ അമ്മച്ചി അത്രക്കങ്ങായിട്ടില്ല, കുറച്ച് ബാക്കിയുണ്ട്. എത്രയാ? മോൾക്ക് ബർത്ത്ഡേക്ക് ഡ്രസ് വാങ്ങലൊക്കെ ഉണ്ട്. മോൾക്ക് എന്തുടുപ്പാ വേണ്ടത്? എനിക്ക് പിങ്ക് കളർ ഉടുപ്പ് വേണം. അത് അപ്പച്ചന്റെ ഫോണില് ഞാൻ ഓൺലൈനില് നോക്കി വെച്ചിട്ടുണ്ട്. അമ്പടക്കള്ളി. അയ്യോ, മാനേജർ സാർ ഇറങ്ങി സാർ, 10 മിനിറ്റ് കൊണ്ടെത്തും. നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, 10 മിനിറ്റിനുള്ളിൽ ഇവിടെ എത്തിയില്ലെങ്കിൽ ഇന്ന് നിനക്ക് ആപത്തയാ. ശരി സാർ, ഓക്കെ, ഞാൻ എത്താം. ഇന്നെന്താ കഴിക്കാനുള്ളേ? ബ്രെഡ് ഉണ്ട്, വേണമെങ്കിൽ മുട്ട ഓംപ്ലേറ്റ് അടിക്കാം. വേറെ ഒന്നുമില്ലേ? ഞാൻ എണീറ്റേ താമസിച്ചാ. അവളെ എപ്പോൾ സ്കൂളിലേക്ക് വിട്ടതേ ഉള്ളൂ. അവൾക്ക് പഴയ മാതിരി 2 ദോശ ഉണ്ടാക്കി കൊടുത്തു. വന്ന് ഒരു നേരത്തെ ഭക്ഷണം കിട്ടാല്ലാന്ന് വെച്ചാൽ ഓ, പിന്നെ ഇവിടെ പട്ടിണിയല്ലേ. കുഴപ്പമില്ല. രാത്രി കണ്ട സമയത്ത് കയറി വന്ന് റൊമാൻസ് കാണിക്കുമ്പോൾ ഓർക്കണം പെണ്ണ് രാവിലെ എണീക്കേണ്ടതാണെന്ന്. അതെങ്ങനെയാ? നിങ്ങളുടെ വർക്ക് പ്രഷർ തീർക്കാനുള്ളതല്ലേ ഞാൻ. ഇവളും തുടങ്ങി രാവിലെ തന്നെ. സോറി ഏട്ടാ, ഈ ചായയിൽ കുടിച്ചിട്ട് പോ. വേണ്ട വേണ്ട, ഇപ്പൊ തന്നെ വയറ് പറഞ്ഞു. ശോ, ബാക്കിയുള്ളത് ഞാൻ അവിടെ ചെന്നും കേൾക്കണമല്ലോ. അനീഷേ, ഇവിടെ വാ. എന്താ സാറേ? എടാ, നീ ഇന്നെങ്കിലും ആ ബാഗൊന്നും എടുത്തിട്ട് പോടാ, ഈ ചാക്കിൽ കെട്ടിക്കൊണ്ടു പോകാതെ. എടാ, ഇതൊരു ഉത്തരവാദിത്തപ്പെട്ട കമ്പനിയല്ലേ സാർ? ഒന്നാമത് ഇവിടെ ബാഗില്ല. രാവിലെ തന്നെ ഇവിടുത്തെ സീനിയേഴ്സിന്റെ വായിലുള്ള എനിക്ക് കേൾക്കാൻ വയ്യ. അതെന്താ? അവിടെ ബാഗുണ്ടല്ലോ, ഇവിടെ എത്ര എണ്ണം കിടപ്പുണ്ട്. അതിന്നൊരു ബാഗ് എടുത്തിട്ട് പോ. എന്നാ ശരി, കിട്ടുന്ന ബാഗ് എടുത്ത് ഞാനങ്ങ് പോവും. ഓ, പുള്ളിയുടെ ബാഗ്. ഓ, പിന്നെ ടാറ്റ കമ്പനിയാന്നാ വിചാരം. രാജു, तू किधर है? आपके लिए एक पार्सल आया है. എപ്പോ നോക്കിയാലും ഇത് അതൊന്നുമില്ല. तू पार्सल नहीं लेता? ഇവനിത് കൊണ്ടേ കൊടുത്താലും വാങ്ങൂല. ഇത് പറ്റൂല. ഇനി ഒരിക്കലും നിനക്ക് ഞാൻ പാർസൽ തരില്ല, കൊടുത്തയക്കൂല. കേട്ടോ? മനസ്സിലായോ?
ഓ തുള്ളു ബനാത്തായ ഞാനിതിൻ്റെ മാനേജറാണോ അല്ല ഞാൻ ഇവൻ്റെയൊക്കെ പണിക്കാരനോ ഓരോ വള്ളിക്കേസുകൾ ഇതാരപ്പോൾ കയറി വരുന്നത് സാർ ആ കയറി വാ ഞാൻ റോബി. ആ സാറേ ഇരിക്കെ രാവിലെ തന്നെ നല്ല ചൂടാ. സാർ ഞാൻ കുറച്ച് ദിവസമായി ഓർഡർ ചെയ്യുന്ന സാധനങ്ങൾ തന്നെ ക്യാൻസൽ ആയി പോവുക. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഈ ക്യാൻസലേഷനെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, അത് നിങ്ങൾ തന്നെ ചെയ്യണം. അറിയാം സാർ, ഞാൻ ഇതിനെപ്പറ്റി അറിയാവുന്ന ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ അതിൽ വേറൊരു കാര്യമുണ്ട് സാർ. ഇതാണല്ലോ കരടിപ്പാട ജംഗ്ഷൻ. ഹലോ, അതെ നമ്മുടെ റോബി പോളിൻ്റെ വീട് എവിടെയാ? ഞാൻ ഈ ജംഗ്ഷനിലാണ് ഉള്ളത്. ഇവിടുന്ന് റോഡ് രണ്ടായി പിരിയുന്നുണ്ട്. ആ റൈറ്റിലേക്കല്ലേ? ഇവിടുന്ന് ഒരുപാട് ദൂരമുണ്ടോ? ഓക്കെ ഓക്കെ. ഇവനിത് ഏതു കണ്ടായി പോയി കിടക്കുക? ഇത് ഭയങ്കര ഇടങ്ങാറായല്ലോ. അബി, ഇതെന്താ ഇതിങ്ങനെ? നിന്നോട് ഇത് ആദ്യമേ പറഞ്ഞല്ലേ ഇതൊന്നും ഞാൻ ഓർഡർ ചെയ്യാത്ത സാധനമാണെന്ന്. അവൻ വിളിച്ചുകൊണ്ടേ ഇരിക്കുക. അതൊന്നും കുഴപ്പമില്ല. അത് ഞാൻ ഇപ്പൊ വന്നേക്കുന്ന പയ്യനിട്ട് ചെറിയൊരു പണി കൊടുക്കാൻ വേണ്ടിട്ട് ചെയ്തതാ. അത് ഇഷ്യൂ ഒന്നുമില്ല. അത് വരുമ്പോഴത്തേക്കും വേണ്ടാന്ന് പറഞ്ഞ് തിരിച്ചയച്ചാൽ മതി. നീ എന്തിനാ എന്റെ അക്കൗണ്ടിൽ ഇങ്ങനെ ഓരോന്ന് ചെയ്തു വിടുന്നത്? അത് പ്രശ്നമില്ല റോബി ഏട്ടാ. മേലാൽ ഈ പരിപാടി എന്റെ മൊബൈൽ ചെയ്താലേ നീ വിവരം അറിയൂട്ടോ. ഇല്ല ഇല്ല, ഇനി ഓർഡർ ചെയ്യില്ല. വെച്ചിട്ട് പോടാ പറഞ്ഞ്. നിൽക്കുന്ന കണ്ടോ? ഒറ്റ കീറ് വെച്ച് കൊടുക്കാൻ തോന്നും. സാർ റോബി. ആ റോബി സാർ, ഒരു പാർസലുണ്ട് 1100 രൂപയുടെ. പാർസലോ? അതെ. ഞാനൊന്നും ഓർഡർ ചെയ്തില്ലല്ലോ. സാർ ഓർഡർ ചെയ്യാതെ എങ്ങനെയാണ് സാറേ വരുന്നത്? സാറേ ഫോൺ നോട്ടെ. എന്തിനാ എന്റെ ഫോൺ കാണുന്നത്? താനെന്താ എന്റെ ഫോൺ കാണുന്നത്? സാർ സാർ ഇത് ഓർഡർ ചെയ്തല്ലേ? ഞാനൊന്നും ഓർഡർ ചെയ്തിട്ടില്ല. ഷടോ, റിട്ടേൺ ആയല്ലോ. അങ്ങനെ അവനെ വിട്ടേച്ച് പോകുന്നില്ല. ഹലോ സാർ, ഈ പേര് നിങ്ങളതല്ലേ? ഞാൻ ഇത്രയും ചുറ്റിക്കറങ്ങി ഇത്രയും കഷ്ടപ്പെട്ട് ഇത് സ്ഥലം കണ്ടുപിടിച്ച് ഇവിടെ വന്നപ്പോ ഞാനെന്താ പൊട്ടനാ? താനെന്തിനാണോ കഷ്ടപ്പെടുന്നത്? കുറച്ചു മുമ്പേ ആ കടയെടുത്ത് വെച്ച് താൻ എന്നെ കണ്ടതല്ലേ? അന്നേരം ചോദിച്ചോടേതോ? ആഹാ, അപ്പം മനഃപൂർവ്വം അല്ലേ? എനിക്കിത് തിരിച്ചറിയാൻ സൗകര്യമില്ല. താനെന്താ മേടിച്ചിട്ട് തിരിച്ചയച്ചാൽ മതി. സൗകര്യമുള്ളത്. ആഹാ, അപ്പം മനഃപൂർവ്വം അല്ലേ? നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഞാനങ്ങനെ മനഃപൂർവ്വം പലതും ചെയ്യും. നിന്നെ ഞാൻ എടുത്തോളാടാ. നിനക്കേ റോബിയെ പറ്റി അറിയില്ല. ഇവിടെ വന്ന് തൊള്ള തുറന്നവന്മാർ ആരും മര്യാദക്ക് പുറത്തു പോയിട്ടില്ല. എൻ്റെ കുഞ്ഞുമോള് വളരെ ആഗ്രഹിച്ച സാധനമാണ്. ഏതായാലും സാറേ, ഞങ്ങളെ കമ്പനിക്ക് ഏതായാലും നിങ്ങളെപ്പോലുള്ള നല്ല കസ്റ്റമേഴ്സിനെയാണ് പ്രധാനം. ഇത് ഞങ്ങൾ ചെയ്ത തെറ്റല്ല. ഏതായാലും ഇവിടെയുള്ള പയ്യന്മാരൊന്നും അത്ര മോശക്കാരല്ല. അതുകൊണ്ട് ഞാൻ കമ്പനിയുടെ മേലോട്ട് അറിയിച്ചിട്ട് ഞാൻ സാറിനെ വിവരം അറിയിക്കാം. എന്തായാലും നമുക്ക് വഴിയുണ്ടാക്കാം. ആ, എന്നാൽ പിന്നെ സാറ് വിട്ടോ. ഇതിന് പഴയ റോബി തന്നെ വേണ്ടി വരും. എന്താടോ താൻ നോക്കി പേടിപ്പിക്കുന്നത്? ആ, വിട്ടോ. വന്നല്ലോ മാഫിയ ശശി.
ഇപ്പൊ എങ്ങനെയുണ്ട്? എടാ അനീഷേ, നീ ഇങ്ങോട്ട് വന്നേ. ആ എന്താ സാറേ? എന്താ സാറാന്നോ? നീ ഇങ്ങോട്ട് ഇരിക്കേ. എടാ നീ അയാളുടെ അക്കൗണ്ടൊക്കെ ഹാക്ക് ചെയ്ത് എന്തൊക്കെയാ ക്യാൻസൽ ചെയ്ത്? സാറേ ഒരു തമാശക്ക് ചെയ്തതല്ലേ? എടാ തമാശക്കോ? ഇത് ഉള്ളിൽ പോകുന്ന കേസാ, അറിയോ? ആ അത് സാറേ അറിയണേണ്ടി വരും ഞാനും നീയും. സാറ് തന്നെയല്ലേ എന്നോട് പറഞ്ഞത്? ഞാനോ? ആ ഞാൻ എന്ത് പറഞ്ഞു? ക്യാൻസലേഷൻ കുറയ്ക്കാൻ അക്കൗണ്ട് ഹാക്ക് ചെയ്ത് എടാ വെക്കാൻ. ഇതിങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാലേ ഉള്ളൂ. അത് നീ ചെയ്യോ? ഇയാളിപ്പോ ഇത് എല്ലാത്തിനും ഊരിയോ? എന്റെ ദൈവമേ, വിട്ടോ 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 വിട്ടോ, എനിക്ക് പോവോ. ഇയാളൊക്കെ വിശ്വസിച്ച് എങ്ങനെ മുന്നോട്ട് പോകും? അപ്പച്ച എന്തായാലും 2 ദിവസമായിട്ട് സങ്കടം പോലെ. ഒന്നുമില്ല മോളെ, ഓരോന്നിങ്ങനെ ആലോചിച്ചിരിക്കുക. എനിക്കറിയാം എന്താന്ന്. കാശില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അടുത്ത പ്രാവശ്യം നമുക്ക് ഓൺലൈനിൽ നിന്ന് മേടിക്കാം. ഇപ്രാവശ്യം എനിക്ക് കടയിൽ നിന്ന് മതി. മോളെന്താ അത് അങ്ങനെ പറഞ്ഞേ? മോള് ഓൺലൈനിൽ സെലക്ട് ചെയ്ത ഡ്രസ്സില്ലേ, അപ്പച്ചൻ എന്തായാലും വാങ്ങിച്ചു തരും കേട്ടോ. ആരാ അത്? ഹായ്. വാ വാ മോനെ, നിങ്ങളും വാ. ഹലോ, ഇങ്ങോട്ട് വാ. വാ. അടിപൊളി ഹെയർ സ്റ്റൈൽ ആണല്ലോ. നല്ല ചൂട്, കറണ്ടില്ല. പറയൂ മോനെ, എന്താ? സൂപ്പറായിട്ടുണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ടു. എന്താ മോളെ? ഈ പറഞ്ഞ പേരൊക്കെ എനിക്കൊരു സൈക്കിൾ വാങ്ങി. പിന്നെന്താ? ഡീ പോയിരുന്ന് പഠിച്ചേ. ഇവിടെ തിന്നാൻ പൈസ അല്ല, അപ്പോഴും അവൾക്ക് ചവിട്ടാം സൈക്കിള്. ഒപ്പനും കൊള്ളും മോളും കൊള്ളും. നീ എന്തിനാ അപ്പൊ അവളോട് ചൂടായേ? അവളും ഇനി എന്നെ പോലെ സ്വപ്നം കണ്ടു തുടങ്ങിയാലോ? അത് ഇതിലും വലിയ വേദനയാവും. ഓ വേണ്ടായിരുന്നു. ഡാ, നീ ഒരു ഡെലിവറി ബോയുടെ വാക്കൻസിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അതിൻ്റെ ശമ്പളമൊക്കെ എത്രയാണ്? കുടുംബത്തിൻ്റെ സ്വപ്നങ്ങൾ വെറും ആഗ്രഹങ്ങളല്ല, അത് നിറവേറ്റാൻ ഒരാൾ പൊരുതുമ്പോൾ അത് ചരിത്രമാകും. ചില യാത്രകൾ ലക്ഷ്യത്തിൽ മാത്രം അവസാനിക്കില്ല. സ്വപ്നം നിറവേറ്റുന്ന വഴിയിൽ ജീവിതം സമ്മാനിക്കുന്നത് പുതിയ ചില ബന്ധങ്ങളെ ആയിരിക്കും.
ഹലോ. സാറേ ഞങ്ങൾ കൊറിയർ ഓഫീസിൽ നിന്നാണേ. ഉം. സാറേ ഇന്നലെ ഒരു കൊറിയർ സാറിൻ്റെ പേരിൽ വന്നിട്ടുണ്ടായിരുന്നു. സാർ അത് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ സാറേ എൻ്റെ കാര്യം? വേണ്ട വേണ്ട, എനിക്ക് സാധനം വേണ്ട. സാർ അത് സാറ് ഓർഡർ ചെയ്ത് തന്നെയല്ലേ, പിന്നെ എന്താ ക്യാൻസൽ ചെയ്യുന്നത്? എനിക്കത് വേണ്ടതുകൊണ്ട്. എന്നാൽ അത് ക്യാൻസൽ ചെയ്യാം. സാറേ ഒരു കോഡ് വരും, അതൊന്ന് പറഞ്ഞുതരാമോ? ഓ, അത് പറഞ്ഞുതരാം. അയച്ചിട്ടുണ്ട്, അതൊന്ന് നോക്കാവോ? 32 66 22. 32 66 22. ശരി സാറേ, ഓക്കെ, അത് ക്യാൻസൽ ചെയ്തിട്ടുണ്ടേ. ആ ശരി. ഇനി ഒരു സാധനവും തനിക്ക് വരികയില്ല. സാധനം നിലത്തോട്ട് വലിച്ചെറിഞ്ഞ ആ നിമിഷം അനീഷ് തീരുമാനിച്ചിരുന്നു ഇയാൾക്കിട്ട് നല്ലൊരു പണി കൊടുക്കണമെന്ന്. റോബിയുടെ പേരിൽ വന്നിരിക്കുന്ന ഈ ഓർഡർ ക്യാൻസൽ ചെയ്യാനാണെന്ന് പറഞ്ഞ് റോബിയുടെ ഫോണിലോട്ട് വിളിച്ച അനീഷ് ഒരു OTP വാങ്ങിക്കുകയുണ്ടായി. ആ OTP ക്യാൻസൽ ചെയ്യാനുള്ളതല്ലായിരുന്നു, മറിച്ച് റോബിയുടെ ഈ ഇ-കൊമേഴ്സ് വെബ്സൈറ്റിൻ്റെ അക്കൗണ്ട് വേറൊരു സ്ഥലത്ത് ലോഗിൻ ചെയ്യാനുള്ള പാസ്വേഡായിരുന്നു. അങ്ങനെ ഈ അക്കൗണ്ട് ഉപയോഗിച്ച് റോബി ഓർഡർ ചെയ്യുന്ന സകല സാധനങ്ങളും അനീഷ് ക്യാൻസൽ ചെയ്തു തുടങ്ങി. ഓൺലൈനിൽ കിട്ടിയില്ലെങ്കിൽ എന്താ, കടയിൽ നിന്ന് വാങ്ങിച്ചാൽ പോരെ എന്ന് വാശി പിടിച്ചിരുന്ന റോബിയും കൊച്ചുമോൾ ആഗ്രഹിച്ച ഡ്രസ്സിൻ്റെ മുമ്പിൽ, അവളുടെ ആഗ്രഹത്തിന് മുമ്പിൽ തോറ്റു. ഡെലിവറി ഓഫീസിൻ്റെ പടി കയറി ഇറങ്ങിയ റോബി നിസ്സഹായനായി തിരിച്ചെത്തി. പണി കൊടുത്തതിൽ സന്തോഷമുണ്ടെങ്കിലും കൊച്ചുമോളുടെ ഇപ്പോഴത്തെ അവസ്ഥ അറിഞ്ഞ അനീഷ് വല്ലാതെ സങ്കടപ്പെട്ടു. ചില യുദ്ധങ്ങൾ ജയിക്കാൻ വേണ്ടിയല്ല, ഒരാളെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. പകയിൽ തുടങ്ങിയ ഈ കഥ സൗഹൃദത്തിൽ അവസാനിക്കുന്നു.